ഫ്രണ്ട്സ് എല്ലാവർക്കും വേവി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്കെങ്ങനെ മറ്റൊരാളുടെ ഫോൺ കോൾസും അല്ലെങ്കിൽ ആ ഫോൺ കോളുകളിൽ വരുന്ന OTPs ഒക്കെ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നാണ്. ഇതായിട്ട് ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് ആ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുന്നതിന് ശേഷം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AV ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്കെങ്ങനെ മറ്റൊരാളുടെ ഫോൺ കോൾസും അല്ലെങ്കിൽ ആ ഫോൺ കോളുകളിൽ വരുന്ന OTPs ഒക്കെ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നാണ്. ഇതിനായിട്ട് ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുക, ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുക. കണ്ടതിന് ശേഷം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണ്. ഓക്കെ, ഇൻ ദിസ് വീഡിയോ ഐ എം നോട്ട് പ്രൊമോട്ടിങ് എനി ടൈപ്പ് ഓഫ് ഹാക്കിംഗ്, ഇറ്റ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. ഓക്കെ, ഇതിനായിട്ട് 6 കോൾസാണ് നമുക്ക് ലഭിക്കേണ്ടത്. അവരുടെ ഫോൺ എടുത്തിട്ട് അവരുടെ ഫോണിലെ കോൾ പാഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക *21* ഏത് 6 ഫോണിലേക്കാണോ കോൾസ് ലഭിക്കേണ്ടത് ആ ഫോണിലെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം # ടൈപ്പ് ചെയ്യുക. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ MMI സ്റ്റാർട്ടഡ് എന്ന് താഴെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ആര് ഈ ഫോണിലേക്ക് വിളിച്ചാലും ഈ നമ്പർ, ഈ കൊടുത്തേക്കുന്ന നമ്പറിലുള്ള ഫോണിലേക്ക് കോൾസ് എല്ലാം പോവുകയുള്ളൂ. ഓക്കെ, ഇത് ഒരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡുണ്ട്. അതിനായിട്ട് ഈ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം കോൾ ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ കണ്ടെത്തുക. അതിനുശേഷം കോൾ ഫോർവേഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വോയിസ് കോൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓൾവേസ് ഫോർവേഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നമ്പർ ടൈപ്പ് ചെയ്തേക്കുന്ന പോലെ തന്നെ നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എനേബിൾ എന്നൊരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ആ എനേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും ഓൾവേസ് ഫോർവേഡ് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെ ഫോർവേഡ് കോൾസ് ടു ഞാൻ കൊടുത്ത നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഫോണിലേക്ക് ആര് വിളിച്ചാലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലുള്ള ഫോണിലേക്ക് കോൾസ് എല്ലാം വരികയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കോൾസൊക്കെ വരുന്നത് കാണിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കാണ്ട് ഫോർവേഡഡ് കോൾസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ വലതുവശത്തിരിക്കുന്ന ഫോണിൽ കോൾ വരുന്നത് അത് യഥാർത്ഥത്തിൽ ഇടതുവശത്തിരിക്കുന്ന ഫോണിൽ വന്ന കോളാണ്. ഓക്കെ, നമുക്കിങ്ങനെ 6 ഫോൺ കോൾസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രയോജനമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഒരു തവണയും കൂടി ഫോൺ കോൾസ് വരുന്നത് കാണിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് പല പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ
നമുക്കിപ്പം നമ്മുടെ ഫോണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണുകളിൽ വരുന്ന കോളുകൾ മറ്റൊരു ഫോണിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.